നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് മത്സര പരീക്ഷകൾ ആവർത്തിക്കുന്ന ചോദ്യോത്തരങ്ങൾ പാർട്ട് 9. ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗ. ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ജപ്പാൻ. ഇന്ത്യൻ തപാൽ വകുപ്പ് ആരംഭിച്ച വർഷം 1854. പഞ്ചായത്ത് രാജിന് തുടക്കം കുറിച്ച സംസ്ഥാനം രാജസ്ഥാൻ. ആഷസ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. ബോക്സൈറ്റ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ജാർഖണ്ഡ്. 1946 നാവിക കലാപം ഏത് തുറമുഖത്താണ് ആരംഭിച്ചത്? മുംബൈ. സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതി. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എത്ര സ്വരാക്ഷരങ്ങളുണ്ട്? 5. കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ അറബിക്കടൽ. വർഷത്തിൽ 31 ദിവസങ്ങളുള്ള എത്ര മാസങ്ങളുണ്ട്? 7. എത്ര വർഷത്തിലൊരിക്കലാണ് ഒളിമ്പിക്സ് നടക്കുന്നത്? 4. ഇന്ദുലേഖ ആരുടെ കൃതിയാണ്? ഒ ചന്തുമേനോൻ. ഭാരതപ്പുഴയുടെ ഉത്ഭവം ഏത് സംസ്ഥാനത്ത് നിന്ന്? തമിഴ്നാട്. അഗ്നിച്ചിറകുകൾ ആരുടെ ആത്മകഥ? APJ അബ്ദുൽ കലാം. ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ജവഹർലാൽ നെഹ്റു. കങ്കാരുവിൻ്റെ നാട് ഓസ്ട്രേലിയ. സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പഞ്ചാബ്. കർണാടക സംസ്ഥാനത്തിൻ്റെ പ്രധാന ഭാഷ കന്നഡ. പാവങ്ങളുടെ അമ്മ എന്നറിയപ്പെടുന്നത് മദർ തെരേസ. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല കേരള സർവകലാശാല. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യയിൽ വനങ്ങൾ കൂടുതലുള്ള സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യൻ ദേശീയ പതാകയുടെ വീതിയും നീളവും തമ്മിലുള്ള അംശബന്ധം 2:3. പഴങ്ങളുടെ രാജാവ് മാമ്പഴം. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി. സസ്യങ്ങൾക്ക് സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയുന്നത് ഹരിതകം ഉള്ളതുകൊണ്ട്. രക്തത്തിന് നിറം കൊടുക്കുന്ന രാസവസ്തു ഹീമോഗ്ലോബിൻ. പൂമ്പാറ്റയുടെ ജീവിതചക്രത്തിന് എത്ര ഘട്ടങ്ങളുണ്ട്? 4. ഏറ്റവും കൂടുതൽ വാരിയെല്ലുകൾ ഉള്ള ജീവി പാമ്പ്. കരയാതെ കണ്ണീരൊഴുക്കുന്ന ജീവി സീൽ. ആനയുടെ കൊമ്പ് എന്ത് രൂപാന്തരം സംഭവിച്ചാണ് ഉണ്ടായിട്ടുള്ളത്? ഉളിപ്പല്ല്. ശരീരത്തിലെ കാവൽക്കാർ എന്നറിയപ്പെടുന്നത് ശ്വേതരക്താണുക്കൾ. മോരിലുള്ള ആസിഡ് ലാക്റ്റിക് ആസിഡ്. കാപ്പിയിൽ അടങ്ങിയിട്ടുള്ള ഉത്തേജക വസ്തു കഫീൻ. ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? പാൽ ഉൽപാദനം. ഒരില മാത്രമുള്ള സസ്യം ചേന. സസ്തനികളിൽ പറക്കാൻ കഴിവുള്ള ജീവി വവ്വാൽ. ശരീരത്തിൽ ഏറ്റവും ചെറിയ അസ്ഥി കാണപ്പെടുന്നത് ചെവിയിൽ. ഒരു പരാത സസ്യം ഇത്തിൽക്കണ്ണി. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞ മഹാനാര്? ബാലഗംഗാധര തിലക്. ഐക്യരാഷ്ട്ര ദിനമായി ആചരിക്കുന്ന ദിവസം ഒക്ടോബർ 24. MF ഹുസൈൻ ഏത് കലാരംഗത്ത് പ്രസിദ്ധനായ വ്യക്തിയാണ്? പെയിൻറ്റിംഗ്. ഇന്ദിരാഗാന്ധിയുടെ സമാധി സ്ഥലം ശക്തിസ്ഥൽ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. സിഖ് മത സ്ഥാപകൻ ഗുരു നാനാക്ക്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡ്. ഡൽഹിയിലെ ചെങ്കോട്ട നിർമ്മിച്ചത് ഷാജഹാൻ. റഷ്യയുടെ നാണയം റൂബിൾ. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യമെന്ത്? വൃക്ഷങ്ങളുടെയും പ്രകൃതിയുടെയും സംരക്ഷണം. പൈനാവ് ഏത് ജില്ലയുടെ ആസ്ഥാനമാണ്? ഇടുക്കി. സൈലന്റ് വാലി ഏത് ജില്ലയിലാണ് ഉൾപ്പെടുന്നത്? പാലക്കാട്. ഇന്ത്യൻ ദേശീയ ഗാനം ആലപിക്കാൻ ആവശ്യമായ സമയം 52 സെക്കൻഡ്. ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. കേരളത്തിലെ നീളം കൂടിയ നദി പെരിയാർ. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം.
തപാൽ സ്റ്റാമ്പ് ആദ്യമായി പുറത്തിറക്കിയ രാജ്യം ബ്രിട്ടൻ. ലോകമാന്യ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലക്. ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യം വത്തിക്കാൻ. ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടന്ന വർഷം 1526. ഹീബ്രു ഔദ്യോഗിക ഭാഷയായിട്ടുള്ള രാജ്യം ഇസ്രായേൽ. മുസോളിനി ഭരണാധികാരിയായിരുന്ന രാജ്യം ഇറ്റലി. ജപ്പാനിലെ നാണയം യെൻ. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. കേരളത്തിൽ ചന്ദനക്കാടുള്ള പ്രദേശം മറയൂർ. പഞ്ചായത്ത് രാജ് ദിനം ആഘോഷിക്കുന്ന ദിവസം ഫെബ്രുവരി 19. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം കുണ്ടറ. കേരളത്തിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിഭായ്. കേരളത്തിലെ പത്രക്കടലാസ് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് വെള്ളൂർ. ഫാൽക്കെ അവാർഡ് ജേതാവായ മലയാളി അടൂർ ഗോപാലകൃഷ്ണൻ. ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മൂന്നാർ. കേരളത്തിലെ പക്ഷി സങ്കേതം തട്ടേക്കാട്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. തൃപ്പടിദാനം എന്ന ചടങ്ങ് നടത്തിയ രാജാവ് മാർത്താണ്ഡവർമ്മ. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി കാവേരി. ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാനം ഡെറാഡൂൺ. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന ആൾ ജ്യോതി ബസു. കേരളത്തിലെ ആദ്യ വനിതാ വൈസ് ചാൻസലർ ഡോക്ടർ ജാൻസി ജെയിംസ്. ലോകത്തിലെ ആദ്യ വിദ്യാഭ്യാസ ഉപഗ്രഹം എഡുസാറ്റ്. കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോട്ടയം. അനുഷ്ഠാന കലയ്ക്ക് ഒരു ഉദാഹരണം തെയ്യം. ഓമനത്തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുഗാനം രചിച്ചത് ഇരയിമ്മൻ തമ്പി. ജില്ലാ ആസ്ഥാനത്തിൻ്റെയും ജില്ലയുടെ പേര് വ്യത്യസ്തമായ കേരളത്തിലെ ജില്ല ഇടുക്കി. ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂർ. ഒരു സദിശ അളവ് പ്രവേഗം. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മൈക്കൽ ഫാരഡെ. നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് സെൻറ്റിമീറ്റർ. തണുത്ത ജലവുമായി പ്രവർത്തിക്കുന്ന ലോഹം സോഡിയം. പ്രപഞ്ചത്തിൻ്റെ ഇഷ്ടികകൾ എന്ന് വിളിക്കുന്നത് തന്മാത്രകൾ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടിയ അളവിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തം ജലം. ദ്രാവക രൂപത്തിലുള്ള ഒരു ലോഹം മെർക്കുറി. പോളിയോ തുള്ളിമരുന്ന് കണ്ടുപിടിച്ചത് ആൽബർട്ട് സാബിൻ. ഹരിത വിപ്ലവത്തിൻ്റെ ഫലമായി ഏറ്റവും കൂടുതലായി വിളഞ്ഞ ധാന്യം ഗോതമ്പ്. ഗോബർ ഗ്യാസിൻ്റെ പ്രധാന ഘടകം മീഥേൻ. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തു നിക്കോട്ടിൻ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.